നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. കുട്ടനാടൻ കർഷകരെ ചതിച്ച് കുംഭമഴ. കൊയ്യാൻ പാകമായ ഏക്കർ കണക്കിന് നെൽച്ചെടികൾ വീണടിഞ്ഞു. കുട്ടനാട്ടുകാർക്ക് കുടിനീരുമായി നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞായറാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സദസ്സും പൊതുസമ്മേളനവും സെമിനാറും. വാർത്തകൾ വിശദമായി. കുംഭമാസ മഴ കുട്ടനാടൻ കർഷകർക്ക് തിരിച്ചടിയായി. കുട്ടനാട്ടിൽ വ്യാപകമായി കൊയ്യാറായ നെൽച്ചെടികൾ വീണടിഞ്ഞു. പലയിടത്തും കൊയ്ത്തിയന്ത്രങ്ങൾ ചെളിയിലും പൂണ്ടു. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യമെന്നാണ് പഴമൊഴി. എന്നാൽ കുട്ടനാട്ടിൽ പുഞ്ചകൃഷി ആരംഭിച്ച സാഹചര്യത്തിൽ പെയ്ത മഴ കർഷകർക്ക് തീമഴയായി. കുട്ടനാട്ടിൽ 27,014 ഹെക്ടർ നിലത്താണ് ഇത്തവണ പുഞ്ചകൃഷി നടത്തുന്നത്. കൈനകരിയിലെ പഴൂർപ്പാടം, മീനപ്പള്ളി, കോയിപ്പള്ളി പാടശേഖരങ്ങളിൽ പുഞ്ചകൊയ്ത്ത് ആരംഭിച്ചു. എന്നാൽ കുംഭത്തിൽ പെയ്ത അപ്രതീക്ഷിത മഴ കർഷകരിൽ ആശങ്ക പടർത്തുകയാണ്. കൊയ്ത്താരംഭിച്ച പാടശേഖരങ്ങളിലെ നെൽച്ചെടികൾ വീണടിഞ്ഞതും പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതും കൊയ്ത്തിന് വിനയായി. ഞങ്ങള് പാട്ടകൃഷിക്കാരാണ്. കടം വിലയൊക്കെ പലിശയ്ക്ക് മേടിച്ചാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. മഴ പെയ്തപ്പോൾ ഞങ്ങളുടെ നെല്ലെല്ലാം വീണുപോയി. 1 മണിക്കൂർ കൊയ്യുന്നിടത്ത് ഇപ്പൊ 2 മണിക്കൂറാകുന്നു. അതുപോലെ കൃഷിക്കാരന് ചെലവ് കൂടിയിട്ട് നെല്ലുവില 25 രൂപയ്ക്ക് ആക്കിയാൽ കൊള്ളാം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ ഈ സ്ഥാപനം പിടിച്ചേക്കത്തുള്ളൂ. അല്ല, ഈ വ്യവസായ മേഖല ഞങ്ങൾ പിന്മാറും. ആ നില ഇപ്പോഴത്തെ കണ്ടീഷൻ. പിന്നെ നെല്ല് എല്ലാ പ്രാവശ്യം നെല്ല് മോശം നില ഇപ്രാവശ്യം. നല്ല കഴിഞ്ഞ 2ാം കൃഷി 2.5 കിൻഡ് കിട്ടുമായിരുന്നു. ഇതോടെ ഒരേക്കറിന് ഒരു 1.25 2 കിൻഡ് താഴെയാണ് കിട്ടുന്നത്. ആ നിലയിൽ കൃഷി അതപ്പതിച്ചു പോയി. നെല്ലിന് കരുവ്, മുഞ്ഞ, ഇതൊക്കെയാണ് മെയിൻ ഘടകം. അധികൃതരോട് ഞാൻ പറയാനുള്ളത്, ഞങ്ങളുടെ നെല്ല് കൊയ്ത്ത് കഴിയുമ്പോൾ എടുക്കാനുള്ള സമയം പെട്ടെന്ന് എടുത്തു മാറ്റണം. 1. രണ്ടാമത്തെ കേസ്, പൈസ നെല്ല് പോയി കഴിയുമ്പോൾ ഒരു 15 ദിവസം ഞങ്ങൾക്ക് കാശ് കിട്ടണം. 2. നെല്ല് വില 12 എന്നുള്ളത് സർക്കാർ തരുന്ന 12 രൂപയെ അത് ഞങ്ങൾക്ക് ഒരു 50 രൂപ ആക്കി തരണം. കൊയ്ത്തയന്ത്രങ്ങൾ മഴവെള്ളം നിമിത്തം ചെളിയിൽ പുതയുകയാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിലേക്ക് അധികവും കൊയ്ത്തിയന്ത്രങ്ങൾ എത്തുന്നത്. കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെയും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെയും കൊയ്ത്തിയന്ത്രങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ അധികവും കട്ടപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ കർഷകർ കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ഏജൻസികളെയാണ്. എന്നാൽ കൊയ്ത്ത് മെഷീനുകൾ ചെളിയിൽ താഴുന്നതുമായുള്ള വാർത്തകൾ തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ടെത്തുന്ന യന്ത്രങ്ങളുടെ ലഭ്യത കുറവിനിടയാക്കും. കൊയ്യാറായ പാടശേഖരങ്ങൾ സമയബന്ധിതമായി കൊയ്തു തീർക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ പുഞ്ചയിലും കല്ല് കടിക്കുമെന്നുറപ്പ്. ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV വാർത്തകൾക്ക് വേണ്ടി വീണ വിനോദ്. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ദാഹജലവുമായി കുട്ടനാട് കുടിവെള്ള പദ്ധതിക്ക് ഞായറാഴ്ച തുടക്കമാകും. കുട്ടനാട്ടുകാരുടെ ചിരകാല അഭിലാഷമായ കുടിവെള്ള പദ്ധതി ഞായറാഴ്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. അതിന്റെ മുന്നോടിയായി നടന്ന അവസാനവട്ട വിലയിരുത്തലിനായി കൂടിയ യോഗം കുട്ടനാട് MLA തോമസ് ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. മോൻസി സോണി, ബാബു വലിയവീടൻ, K പ്രകാശ്, ജോജി J വൈലോപ്പള്ളി, ബിജു പാലത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സദസ്സും സെമിനാറും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. രാമങ്കരി നെൽകർഷക സമിതിയുടെ നേതൃത്വത്തിൽ രാമങ്കരി മാരാമ്പറമ്പ് ബിൽഡിംഗിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ 11-ന് ആരംഭിച്ച കർഷക സദസ്സ് കുട്ടനാട് MLA തോമസ് ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അത് ഒരാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ബണ്ടില് ബലോട്ടാകാതെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളില്ല. പമ്പാനദി, കച്ചക്കോവിലാറും മണിമലയാറും ഒക്കെ കരകവിഞ്ഞ് ഒഴുകി വരുമ്പോൾ നമ്മൾ വിടാതെ കിടക്കേണ്ട അവസ്ഥയായിട്ടുണ്ടാകും. രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അധ്യക്ഷത വഹിച്ചു. സ്വാമിനാഥൻ കമ്മീഷനിൽപ്പെടുത്തി കുട്ടനാട്ടിലെ പാടശേഖരങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കുകയും 2 പ്രാവശ്യം ടെൻഡർ നടത്തുകയും ചെയ്തു. എന്നാൽ കോൺട്രാക്ടർമാർ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല.
ഈ സാഹചര്യത്തിൽ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാടശേഖര സമിതികളെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. കൃഷിക്കാർ ഈ ആവശ്യം പലതവണ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടും ഫലമുണ്ടായില്ല. ഈ സാഹചര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് നെൽകർഷക സമിതി പ്രസിഡന്റ് PG അശോകൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഓമന അനിൽകുമാർ, ജെസി ജോജി, റാണിമോൾ അനിൽകുമാർ, റെജിമോൾ പുരുഷോത്തമൻ, KL ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മണപ്ര പുല്ലങ്ങടി റോഡിന് 5,75,00,000 രൂപ അനുവദിച്ചതായി തോമസ് ചാണ്ടി MLA അറിയിച്ചു. കുട്ടനാട്ടിലെ ഏറ്റവും അവികസിതമായ നെടുമുടി ചമ്പക്കുളം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പുല്ലങ്ങടി. കാവാലം രാമരാജപുരം കായലിന്റെ 2014 വിളവെടുപ്പിനായി കൊയ്ത്തിയന്ത്രം ഇറക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 23 അവസാനിക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 85 47 34 80 94 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. ദേശീയ ഡ്രാഗൺ ബോട്ട് റേസ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ പുന്നമടക്കായലിൽ തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 350ഓളം കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പുന്നമട സായിയിൽ നടന്ന ചടങ്ങ് ജി സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. This is not natural rain. Occasionally it was there. But it's a very serious poor season. So we are very happy to see you all here from different states of India. Some Southeast, Jharkhand, Himachal Pradesh, Chandigarh, then Water Transport Department of Kerala, Indian Navy, etc. ആലപ്പുഴ സബ് കളക്ടർ GR ഗോകുൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഡ്രാഗൺ ബോട്ട് റേസ് ഫെഡറേഷൻ പ്രസിഡന്റ് സുർജിത് സിംഗ് വാജ്പേയി, അസോസിയേഷൻ കേരള പ്രസിഡന്റ് തോമസ് ജോസഫ്, KS റെജി, പത്മകുമാർ, പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചാമ്പ്യൻഷിപ്പ് ഞായറാഴ്ച സമാപിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ തോമസ് ഐസക് MLA സമ്മാനദാനം നിർവഹിക്കും. നെല്ലിന്റെ സംഭരണ വില കിൻഡലിന് 2500 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് അഖില കുട്ടനാട് നെൽനാളികേര കർഷക ഫെഡറേഷൻ പ്രസിഡന്റ് ബേബി പാറക്കാടൻ ആവശ്യപ്പെട്ടു. പാടശേഖര പ്രതിനിധികൾ, ഫെഡറേഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത യോഗം എടത്തുവയൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കിടങ്ങറ മദനപ്പള്ളി പാലം കേന്ദ്രമന്ത്രി വയലാർ രവി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ നാടിന് ഉണ്ടാകേണ്ട പുരോഗതിക്ക്, വളർച്ചയ്ക്ക് ഗവൺമെന്റ് MLAമാരും MP മാരും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഭാഗമാണ് സഞ്ചാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ്. കാരണം പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ഒരു ഭാഗത്തൂടെ നദി പോലെ ആറൊഴുകിപ്പോകുന്നു. അതിന് കരയിൽ കൂടെ സഞ്ചരിച്ചു പോകണം. ആ കരയിൽ തന്നെ കുട്ടികൾ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ, ഈ പ്രദേശത്തിന്റെ അവശ്യം വേണ്ട സൗകര്യങ്ങൾക്ക് വേറൊരു മെമ്പർ പറഞ്ഞത് പഞ്ചായത്തിന് കിട്ടുന്ന തുക 8-9 പങ്കിട്ടിരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാ, പറഞ്ഞതൊക്കെ ശരിയാ. കാരണം പഞ്ചായത്തിലേക്ക് പണം വരുമ്പോൾ മെമ്പർമാരെല്ലാവരും ഒപ്പം ഇടാൻ പറയും. അപ്പൊ എല്ലാവർക്കും കൂടെ പങ്കിട്ടിരുമ്പോഴത്തേക്കും ഒന്നും നടക്കത്തില്ലെന്നുള്ള സത്യം. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന അനിൽകുമാർ അധ്യക്ഷയായി. വാർഡ് മെമ്പർ സിന്ധു സൂരജ്, അഡ്വക്കേറ്റ് അനിൽ ബോസ്, K ഗോപകുമാർ, CB രാജീവ്, MP സജീവ്, മധു ജനാർദ്ദനൻ, G സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനം പുന്നപ്രയിൽ നടന്നു. EMS കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി K ചന്ദ്രൻപിള്ള ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ആവശ്യമെന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം യൂണിയന്റെ പ്രവർത്തനത്തിൽ നല്ല പങ്കുവഹിച്ച് ഒരുപാട് അനുഭവങ്ങളും അഭിപ്രായങ്ങളുമൊക്കെയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യേണ്ടത്. അതിൻ്റെ വലിയ പ്രാധാന്യവും പരിഗണിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം അവരുടെ കാര്യങ്ങളെ പറയുന്നതിലേക്ക് ഉയരണം എന്ന് ഞാൻ അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. സജീവമായ ചർച്ചകൾ നമ്മുടെ സംഘടനയുടെ ഭാവി പ്രവർത്തനത്തിൽ ഒരുപാട് സംഭാവന ചെയ്യുമെന്നത് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം
ആത്യന്തികമായി തൊഴിലാളികളുടെ സംഘടന എന്ന നിലയിൽ ഇതിന്റെ നടത്തിപ്പിലും ഇതിന്റെ പ്രവർത്തനം. സംസ്ഥാന പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പി കെ ചന്ദ്രൻ, എസ് ബാഹുലയൻ, എച്ച് സലാം, എ ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈനഗിരി ആറ്റുവാത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ വായ്പാ കുടിശ്ശിക നിവാരണ പദ്ധതി ആശ്വാസ് 2014 ഫെബ്രുവരി 26 ബാങ്ക് അങ്കണത്തിൽ നടക്കും. വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർ ബാങ്കുമായി ബന്ധപ്പെടണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട് താലൂക്ക് തല റവന്യൂ റിക്കവറി കുടിശ്ശിക നിവാരണ ബാങ്ക് മേള ചൊവ്വാഴ്ച 10 മുതൽ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടക്കും. ബാങ്ക് റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന മേളയിൽ വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് ഇളവുകൾ ലഭിക്കുമെന്നും തഹസീൽദാർ അറിയിച്ചു. മുസ്ലിം ലീഗിന്റെ അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു. ആലപ്പുഴ ലജനത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി AM നസീർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്ന പോലെ വിദ്യാഭ്യാസ മേഖല എല്ലാ കാലത്തും പ്രശ്നസങ്കീർണമായ ഒരു മേഖലയാണ്. കാരണം വരും തലമുറയുടെ അഭ്യുന്നതി വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും ഇത്രത്തോളം സമൂഹത്തിന് ആകാംക്ഷയുള്ള ഒരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഭരണഘടനാദത്തമായ പ്രത്യേക അവകാശാധികാരങ്ങൾ വിദ്യാഭ്യാസ മേഖലക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ UPA ഗവൺമെൻറ് സാർവത്രികമായ വിദ്യാഭ്യാസ അവകാശ നിയമമാക്കിയിരിക്കുകയാണ്. ഭരണഘടന ലിഖിതപ്പെടുത്തിയ ഒരുപാട് അനുച്ഛേദങ്ങളുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യമാക്കുന്നതിൽ കാലാകാലങ്ങളിലുള്ള ഗവൺമെൻറ്റുകൾക്ക് വൈമുഖ്യം ഉണ്ടായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ UPA ഗവൺമെൻറ് സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം. KSKTU ജില്ലാ പ്രസിഡന്റ് KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് ചന്ദ്രത്തോപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. A ഹബീബ് മുഹമ്മദ്, A യഹിയ, അബ്ദുൽ സലാം ലബ്ബ, അഷ്റഫ് കുഞ്ഞാശാൻ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പൂവം ഗവൺമെന്റ് UP സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നു. പൂർവ്വ വിദ്യാർത്ഥിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായ KC ജോസഫ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സെക്കൻഡറി വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാണ്. സൗജന്യമായി വീട്ടുപണിക്കും
ഈ വിദ്യാഭ്യാസം ലഭിച്ചിട്ടും പണം കൊടുത്ത് ദൂരേക്ക് കുട്ടികളയക്കാനുള്ള കാരണം മാതാപിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉണ്ടാകണം. മികച്ച വിദ്യാഭ്യാസകാന്തികളിൽ മക്കൾ ഗണാനും എല്ലാവരുടെയും മുൻപിലുള്ള തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണ്. ഹെഡ്മിസ്ട്രസ് എം സഫിയ കുഞ്ഞ്, സ്റ്റാഫ് സെക്രട്ടറി ജെ റെറ്റീന, പ്രൊഫസർ ഡോക്ടർ സക്കറിയ, എം കെ രാജേന്ദ്രൻ, ശ്രീലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. തലവടി ഗ്രാമപഞ്ചായത്തിലെ 2014-2015 വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. രാവിലെ 11:30 പഞ്ചായത്ത് ഹാളിൽ നടന്ന കമ്മിറ്റിയിലാണ് ബഡ്ജറ്റ് അവതരണം നടന്നത്. 11,95,35,931 രൂപ ആകെ വരവും 10,17,52,000 രൂപ ആകെ ചിലവും നീക്കി ബാക്കി 1,73,83,931 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കേരളത്തിലെ FCI ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുന്നത് 3.32 ലക്ഷം ടൺ അരിയും ഗോതമ്പും. പഴകിയ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിച്ചതിന് ശേഷമുള്ള കണക്കാണിത്. ഭക്ഷ്യധാന്യം കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച് പാർലമെന്റിലടക്കം ആക്ഷേപം ഉയർന്നതിനെ തുടർന്നാണ് പഴക്കം ചെന്ന അരിയും ഗോതമ്പും വൻതോതിൽ നശിപ്പിച്ചത്. സംസ്ഥാനത്ത് 9 ജില്ലാ കേന്ദ്രങ്ങളിലടക്കം 22 FCI ഗോഡൌണുകളുടെ പരമാവധി സംഭരണശേഷി 5,46,000 ടണ്ണാണ്. വരാന്തകളിലും മറ്റും സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ കഴിഞ്ഞ മഴക്കാലത്ത് വൻതോതിൽ നശിച്ചിരുന്നു. സ്റ്റോക്ക് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാൽ ഗുണനിലവാരം കുറയുമെന്നിരിക്കെ പരിശോധനയിൽ 2010 മുതലുള്ള സ്റ്റോക്കുകളാണ് പല ഗോഡൌണുകളിലും കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് പഴകിയ ധാന്യങ്ങൾ നശിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിനുശേഷവും ടൺ കണക്കിന് ഭക്ഷ്യധാന്യങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അരിയും ഗോതമ്പുമായി പ്രതിമാസം 1 ലക്ഷത്തോളം ടൺ റേഷനാണ് വിതരണത്തിനായി പോകുന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പാക്കുന്നതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനിയും താഴും. ഇതോടെ റേഷൻ കടകൾ നോക്കുകുത്തികളുമാകും. എടത്വ YMCAയുടെ റൂബി ജൂബിലി ആഘോഷവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. രാവിലെ 10:30 YMCA ഹാളിൽ നടന്ന പരിപാടി മാർത്തോമ സഭ മെത്രോപൊളിത്ത തോമസ് മാർ കൂറിലിയോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകള്, യുവജനങ്ങളായവര്, നന്മ ആഗ്രഹിക്കുന്ന മക്കള്, അവരുടെ എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ്. അവര് സമൂഹത്തിന്റെ നിരവധിയായ കാര്യങ്ങളിൽ പങ്കുചേർന്ന് നമ്മളുടെ സമൂഹത്തിന് നന്മ ചെയ്യുവാനായിട്ടുള്ള താല്പര്യത്തിലാണ്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കണം. ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായധനം. ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു കൂട്ടരാണല്ലോ ക്യാൻസർ രോഗികൾ. അവർക്ക് എത്ര സഹായം ചെയ്താലും മതിയാവത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ YMCA കാണിക്കുന്ന ഈ ഒരു വലിയ കാരുണ്യ പ്രവൃത്തി അത് കൂടുതൽ ഫലദായകമാകട്ടെ. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ചടങ്ങിൽ PS പീറ്റർ പറപ്പള്ളി, ജോൺസൺ ബി ഇടിക്കുള, പ്രസാദ്, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, KL ബിന്ദു, ജോർജ് മാത്യു എന്നിവർ സംസാരിച്ചു. ഫാദർ ജോസ് ചേന്നാട്ടുശ്ശേരിയുടെ പൌരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം നടന്നു. രാമങ്കരി സെന്റ് ജോസഫ് ദേവാലയ അങ്കണത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊളിത്ത മാർ ജോസഫ് പെരുന്തോട്ടം സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന അഭിമന്യ പിതാവ് ഞങ്ങളോട് അത് ആവശ്യപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്ക് വൈദികരെ വേണം. അതുകൊണ്ട് നമ്മുടെ വൈദികരുടെ ആവശ്യകത ഇന്ന് വളരെ വിശാലമാണ്. ലോകം മുഴുവനിലും അതിന്റെ ആവശ്യമുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡൽഹി കേന്ദ്രമായി കിട്ടിയിരിക്കുന്ന ഫരീദാബാദ് രൂപത ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രൂപത, വിസ്തൃതയിൽ ഏറ്റവും വലിയ രൂപതയാണ്. കാരണം വളരെ വിസ്തൃതമായ ഒരു പ്രദേശം, ഏതാണ്ട് ഇന്ത്യയുടെ 1/5 വരുന്ന ഭാഗം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഫരീദാബാദ് രൂപത എന്ന് പറയുന്നത്. അതിരൂപതാ വികാരി ജനറൽ ഫാദർ ജെയിംസ് പാലക്കൽ അധ്യക്ഷനായി. ഫാദർ തോമസ് പുത്തൻപുരയ്ക്കൽ, മുൻ MLA ഡോക്ടർ KC ജോസഫ്, ജോസഫ് കെ നെല്ലുവേലി, ലിസമ്മ സക്രിയ, CP ബ്രീവൻ, ജോസഫ് ചേക്കോടൻ, ഫാദർ ജോസ് ചേന്നാട്ടുശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ചെമ്പകശ്ശേരി സെന്റ് മാർട്ടിൻ പള്ളിയിൽ ഫാദർ തോമസ് ചേക്കെ മുറിയിൽ വികാരിയായി ചുമതലയേറ്റു. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ഇദ്ദേഹം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടനാടൻ കർഷകരെ ചതിച്ച് കുംഭമഴ. കൊയ്യാൻ പാകമായ ഏക്കർ കണക്കിന് നെൽച്ചെടികൾ വീണടിഞ്ഞു. കുട്ടനാട്ടുകാർക്ക് കുടിനീരുമായി നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഞായറാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സദസ്സും പൊതുസമ്മേളനവും സെമിനാറും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.